വിയറ്റ്നാമിലെ ബോട്ട് അപകടത്തിൽ മരിച്ച കൊട്ടാരക്കര സ്വദേശികളായ AC തോമസ്, ലൗനി ദമ്പതികളുടെ സംസ്കാര ചടങ്ങുകൾ ഇന്ന് നടക്കും. ഉച്ച കഴിഞ്ഞാണ് സംസ്കാരം. രാവിലെ 10-ന് ജൂബിലി മന്ദിര ചാപ്പലിലാണ് പൊതുദർശനം. വിനീഷ് ഉണ്ട് വിശദാംശങ്ങളുമായി. ഏകദേശം വിനീഷ് 13ഓളം പേർ മരിച്ചൊരു സംഭവം കൂടിയാണ്. അതിൽ 2 മലയാളികൾ കൂടി ഉൾപ്പെടുന്നു. എത്ര മണിക്കായിരിക്കും സംസ്കാര ചടങ്ങുകൾ എന്നാണ് മനസ്സിലാക്കുന്നത്? മൃതദേഹങ്ങൾ കൊട്ടാരക്കര താലൂക്ക് ാണ് സൂക്ഷിച്ചിരിക്കുന്നത്. ഏകദേശം ഒരു 8:30 ശേഷം മൃതശരീരങ്ങൾ വിലാപയാത്രയായി കൊട്ടാരക്കര ജൂബിലി മന്ദിരം ചാപ്പലിലെത്തിക്കും. തുടർന്ന് 9 മണിയോടെയാണ് ജൂബിലി മന്ദിര ചാപ്പലിൽ പൊതുദർശനം ഉണ്ടാവുക. ബന്ധുമിത്രാദികളും അതുപോലെ തന്നെ സാമൂഹ്യ രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ പ്രമുഖരെല്ലാം തന്നെ എത്തുകയും അന്തിമോപചാരം അർപ്പിക്കുകയും ഒക്കെ ചെയ്യും. തുടർന്ന് വൈകിട്ട് ഒരു 3 മണിക്ക് ശേഷം മതപരമായ ശുശ്രൂഷകളുടെ ഒരു അവസാന ഭാഗത്തേക്ക് കടക്കുമെന്നാണ് MP കൊടുക്കുന്ന സുരേഷ് MP കഴിഞ്ഞ ദിവസം നമ്മളോട് പറഞ്ഞത്. എന്തായാലും ഒരു 4 മണിക്ക് ശേഷം കൊട്ടാരക്കര മർത്തോമ വലിയ പള്ളിയിലേക്ക് മൃതശരീരങ്ങൾ വിലാപയാത്രയായി കൊണ്ടുപോകും. അവിടുത്തെ കുടുംബ കല്ലറയിലാകും സംസ്കാര ചടങ്ങുകളൊക്കെ നടക്കുക. നമുക്കറിയാം, ഈ വിക്ടറി ഗ്രൂപ്പ് ഉടമയായ AV തോമസിന്റെയും ഭാര്യ ലവനി തോമസിന്റെയും ഈ ഒരു വിയോഗം കൊട്ടാരക്കരയെ ആകെ ദുഃഖത്തിലാക്കിയ ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. ഹരി, 7-ാം തീയതിയാണ് അവർ വിയറ്റ്നാമിലേക്ക് പോകുന്നത്. എന്തായാലും വിക്ടറി വ്യവസായ ഗ്രൂപ്പ് ഉടമ AC തോമസും ഭാര്യ ലൗനിയുമാണ് മരണപ്പെട്ടത്. 15 പേരോളം ഈ വിയറ്റ്നാമിലെ ബോട്ട് അപകടത്തിൽ മരണപ്പെട്ടു. സംസ്കാര ചടങ്ങുകൾ വൈകുന്നേരത്തോടുകൂടി 3:30 സംസ്കാരം നടക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. വിനീഷാണ് വിശദാംശങ്ങൾ നൽകിയത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.